നമസ്കാരം. സൂപ്പർ ഫണ്ടിലൂടെ നിങ്ങൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇതായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ഏറ്റവും അവസാനത്തെ അവസരം. കാരണം ലേബർ പാർട്ടിയും ഗ്രീൻസ് പാർട്ടിയും കൂടെ ചേർന്ന് സൂപ്പർ ഫണ്ടിലൂടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഓപ്ഷൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഇത് സെനറ്റിൽ പാസ്സായി കഴിഞ്ഞ നിയമമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ കാണേണ്ടത് ഒരു ഫൈനാൻഷ്യൽ പ്ലാനറെ പോയി കാണുക, ഒരു അക്കൗണ്ടന്റിനെ കാണുക, അതിനുശേഷം ഒരു മോർട്ട്ഗേജ് ബ്രോക്കറിനെ കാണുക. ഈ വഴികളൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ടാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ സൂപ്പർ ഫണ്ടിൽ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിയാം. ഒന്ന്, പ്രൈസ് പോയിന്റ് വളരെ കുറവാണ്. ഇപ്പോൾ 5 ലക്ഷം മുതൽ $6 ലക്ഷം വരെ നിങ്ങൾക്ക് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി റെന്റിന് പോകാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനുശേഷം ഈ നിയമ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾ വാങ്ങാനുള്ള ഓപ്ഷൻ അവിടെ ഓപ്പൺ ആണ്. പക്ഷേ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് പോയിന്റ് വളരെ ഹൈ ആണ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഒന്ന് വേക്കൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരു ക്ലയന്റിനെ, ഒരു ടെനന്റിനെ അവിടെ കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. വേറെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ടെനൻസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ഷോപ്പാണ്, ഫോർ എക്സാമ്പിൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ കാലമാണ്. അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഒരാൾ മാറിക്കഴിഞ്ഞാൽ അതുപോലെ ഒരാൾ അവിടെ കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഈ സമയത്ത് ഇത് വേക്കൻ്റ് ആയി കിടക്കുമ്പോൾ നിങ്ങളുടെ സൂപ്പറിൽ നിന്നാണ് ഇതിന് പൈസ കൊടുത്ത് ഇതിന്റെ റെന്റൊക്കെ അടച്ചു തീർക്കേണ്ടത്. അപ്പോൾ സൂപ്പർ പെട്ടെന്ന് ട്രെയിൻ ആകാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ഇനി ഇവിടെ എനിക്ക് തോന്നുന്ന ആ പോയിന്റും കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ സൂപ്പറിൽ ഏകദേശം $2 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് സൂപ്പർ മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 8 മുതൽ 10% വരെയാണ് ആനുവൽ ഗ്രോത്ത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് $2 ലക്ഷത്തിന്റെ 8 മുതൽ 10% മാക്സിമം $15,000 മുതൽ $20,000 വരെ ഇവർ ഷെയറുകൾ നിക്ഷേപിച്ചാണ് ഈ റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. പക്ഷേ ഷെയറുകളുടെ വാല്യൂ കോവിഡിന്റെ സമയത്ത് കുറഞ്ഞു പോയിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഷെയറുകളുടെ വാല്യൂയും റിട്ടേണും കുറയും. വേറെ ഇത് പ്രോപ്പർട്ടിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം $6 ലക്ഷം വരെയുള്ള പ്രോപ്പർട്ടിയിൽ പണം നിക്ഷേപിക്കാം. അങ്ങനെ നിക്ഷേപിച്ചൊരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിൽ സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 10 മുതൽ 20% വരെ മിനിമം ഗ്രോത്ത് ആനുവലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബേസിക് അല്ലെങ്കിൽ മിനിമം ഗ്രോത്ത് 10% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $60,000 ആണ് ഇവിടെ റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാകുമ്പോൾ സൂപ്പറിലൂടെ ഏറ്റവും പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്, എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രൊഫഷണൽസിനെ ആദ്യം കാണുക, ഫൈനാൻഷ്യൽ പ്ലാനർ, അക്കൗണ്ടന്റ് ആൻഡ് മോർട്ട്ഗേജ് ബ്രോക്കർ. അവസാനമായി എനിക്ക് പറയാനുള്ളത്, സൂപ്പറിൽ വാങ്ങുന്ന പ്രോപ്പർട്ടി സൂപ്പറിന് അനുയോജ്യമായ പ്രോപ്പർട്ടി ആയിരിക്കണം. തീരെ റെന്റ് കുറഞ്ഞ പ്രോപ്പർട്ടി ആണെങ്കിൽ സൂപ്പർ ഫണ്ടിലെ പണം പെട്ടെന്ന് തീർന്നു പോകും. അതുപോലെ തന്നെ പെട്ടെന്ന് റെന്റിന് പോകാൻ സാധ്യതയുള്ള സ്ഥലത്തായിരിക്കണം നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങേണ്ടത്. അതുപോലെ പ്രൈസ് റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വലിയ പ്രൈസ് കൊടുത്ത് പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ റീപേയ്മെന്റ് ഒരുപാട് കൂടുതലായിരിക്കും. ഇതും സൂപ്പർ ഫണ്ട് പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കി പ്രോപ്പർട്ടി വാങ്ങാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു പ്രൊഫഷണൽ ഉപയോഗിക്കുക. പ്രൊഫഷണലാണ് ഒരു പ്രോപ്പർട്ടി സ്ട്രാറ്റജിസ്റ്റ്. അപ്പോൾ നല്ല തീരുമാനങ്ങൾ ഈ അവസരത്തിൽ എടുക്കാൻ ശ്രമിക്കുക. സൂപ്പർ ഫണ്ട് നിയമം മാറുന്നതിന് മുമ്പ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്ലാനിലേക്ക് വളരെ നേരത്തെ എത്താൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.